കാണുന്നു. നീ ഇത്ര വേഗം മറക്കുമെന്നോർത്തില്ല, നിന്നെ ഞാൻ ഇന്നും മറന്നില്ല. നീ ഇത്ര വേഗം മറക്കുമെന്നോർത്തില്ല, നിന്നെ ഞാൻ ഇന്നും മറന്നില്ല. സായാഹ്നങ്ങളെ കാണാറില്ലിപ്പോൾ ആരും തേടിയെത്താറുമില്ല. നമസ്കാരം. നല്ല കവിതയല്ലേ? അത് NV വൈശാഖൻ എന്ന ഡിവൈഎഫ്ഐക്കാരൻ ഒരു നേതാവുണ്ട്, തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഡിവൈഎഫ്ഐ അഥവാ ഡിങ്കോൾഫി. ഈ ടിയാനെ പറ്റി പറയുമ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരിക്കുന്ന ഒരു പുലിയായിരുന്നു. ഇനി അഭിനവ ഈ M സ്വരാജ് എന്നൊക്കെ പറയാവുന്ന തരത്തിലെ ഒരു ലൈറ്റ് ഐറ്റമായിരുന്നു. ഒരു പൊടിക്ക് പുച്ഛം, ആവശ്യത്തിൽ കൂടുതൽ ഇളിഞ്ഞ് അല്ലെങ്കിൽ അവജ്ഞയോടുള്ള ചിരി, ഇങ്ങനെ ചാരിയുള്ള ഇരിപ്പ്, എതിരാളികൾ അല്ലെങ്കിൽ എതിർ പാർട്ടിയിലുള്ളവർ വസ്തുക്കളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആക്കിയുള്ള ചിരി, ആവശ്യത്തിൽ കൂടുതൽ ഒച്ചവെച്ചുള്ള സംസാരം തുടങ്ങിയവയൊക്കെയായിരുന്നു ടിയാൻ്റെ പ്രധാനപ്പെട്ട കലാപരിപാടികൾ. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഇങ്ങനെ ചാനലിലുമൊക്കെ വിലസി, പാർട്ടിയിലുമൊക്കെ വിലസി ഇങ്ങനെ വരുമ്പോൾ അതാ പതിവ് പോലെ വരുന്നു. ഈ DYFI, SFI, CPM എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ മലയാളികൾ അതിനോട് ചേർത്ത് വായിക്കുന്ന ഒരു സംഗതിയാണ് സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുക, പീഡനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് ടിയാൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. സഹപ്രവർത്തക അഥവാ സഖാത്തി ടിയാനെ പറ്റി പരാതി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവരുടെ സെക്രട്ടറി, അവരെന്ന് പറഞ്ഞാൽ DYFIയുടെ അല്ല, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് ടിയാനോട് നിർബന്ധിത അവധിയിൽ പോകാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് വേറെന്തോ അസുഖമാണെന്ന തരത്തിലാണ് അദ്ദേഹം സ്വയം പറയുന്നത്. അതുകൊണ്ട് ചികിത്സയ്ക്കായിട്ട് മാറിയതാണെന്ന് എന്നാണ് ഈ വൈശാഖൻ പറയുന്നത്. എന്നാൽ സംഗതി അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം ഈ പരാതിക്കാരി പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു, വടക്കാഞ്ചേരി. അപ്പോൾ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു, ഈ പ്രശ്നം പാർട്ടിയിലങ്ങ് തീർത്തുകൂടെ, എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഞങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ പിടിപ്പത് പണിയുണ്ട് എന്ന് പറഞ്ഞ് ഒരു റൗണ്ട് പറഞ്ഞ് തിരിച്ചു വിട്ടിരിക്കുകയാണ്. പക്ഷേ അല്പം ആത്മാഭിമാനമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ആ പരാതിക്കാരി. അത്യാവശ്യം പിടിപാടൊക്കെ ഉണ്ട്, സാമ്പത്തികമൊക്കെ ഉള്ള കുടുംബത്തിലെയാണ്. അതിനാൽ തന്നെ അത്ര പെട്ടെന്ന് അവർ ആ പരാതിയിൽ നിന്ന് പിന്തിരിയാൻ സാധ്യതയില്ല. ഇനിയും അവർ പരാതിയായിട്ട് മുന്നോട്ട് പോയേക്കാം, പാർട്ടിയിൽ മാത്രം തീരില്ല. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആളുകൾ അറിഞ്ഞേക്കും ഈ വൈശാഖൻ എന്ന ഈ ഡിങ്കോൾഫി നേതാവിൻ്റെ അഭ്യാസങ്ങൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചാനലുകളിൽ വന്നിരുന്ന് ആവശ്യത്തിൽ കൂടുതൽ ഒച്ചവെക്കുകയും നാഴിക്ക് 40 വട്ടം പുട്ടിന് പീര എന്ന പോലെ RSS എന്നും സംഘപരിവാറെന്നുമൊക്കെ വിളിക്കുകയും ഒരാവശ്യവുമില്ലാത്ത കാര്യത്തിൽ പോലും ഇതൊക്കെ ഇടയ്ക്കിടുകയൊക്കെ ചെയ്യുന്ന മിക്ക കൂട്ടരെയും ശ്രദ്ധിച്ചോളുക, നല്ല ഒന്നാന്തരം ഫ്രോഡ് കേസുകളായിരിക്കും. അവർ കാണിച്ചു കൂട്ടിയ പല അഭ്യാസങ്ങളും മറയ്ക്കാനും ഒളിക്കാനുമുള്ള പരിചയമായിട്ട് മാത്രമായിരിക്കാം ഇത്തരം കാര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നത്. ഈ വൈശാഖൻ്റെ കാര്യത്തിലും ഈ NV വൈശാഖൻ എന്ന ഈ കാമറേഡിൻ്റെ കാര്യത്തിലും, ഇവർ കോമ്രേഡ് എന്നാണ് പറയുന്നത്, ആ പേരിപ്പം മാറി മലയാളികൾ കാമറേഡ് എന്നാണ് വിളിക്കുന്നത്. ഈ കാമറേഡിൻ്റെ കാര്യത്തിലും സംഗതി മറച്ചായില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.